തിരുവനന്തപുരം വിതുരയിൽ വനത്തിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കാമുകനൊപ്പം പോയ വിവാഹിതയായ യുവതിയാണ് മരണപ്പെട്ടത്. 22കാരി സുനിലയെ ഇന്നലെ മുതലാണ് കാണാതായത്. കാമുകൻ പോലീസ് കസ്റ്റഡിയിലാണ്. ജിബിൻ ജെബിയുണ്ട് വിശദാംശങ്ങളുമായി. ജിബിൻ, കൊലപാതകം എന്ന് തന്നെ ഉറപ്പിക്കാമോ? കൊലപാതകമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ രാവിലെ 5:30 കൂടിയാണ് ഈ സുനില സമീപത്തുള്ള ഇവരുടെ ഒരു കൂട്ടുകാരിയോടൊപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയത്. തുടർന്ന് വൈകുന്നേരമായിട്ടും ഇവർ മടങ്ങി വരാത്തതിനെ തുടർന്നാണ് ഭർത്താവ് സമീപത്തുള്ള വിതുര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. അപ്പോൾ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. പക്ഷേ ഇവരുടെ ഒരു കാമുകനുണ്ടായിരുന്നു, അച്ചു എന്ന പേരുള്ള ഒരു കാമുകനുണ്ടായിരുന്നു. ഇയാളോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്ന തരത്തിലുള്ള പരാതിയാണ് ഇന്നലെ തന്നെ ഇവരുടെ ഭർത്താവ് പോലീസ് സ്റ്റേഷൻ സമർപ്പിച്ചിരുന്നത്. അതിനെ തുടർന്ന് തന്നെ ആ ഒരു സമയം തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. പക്ഷേ ഇന്നലെയും ഇന്ന് രാവിലെയുമൊക്കെ തന്നെ ഇവർ എവിടെയാണെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നില്ല. അപ്പോഴാണ് ഇന്ന് വൈകുന്നേരം ഏകദേശം 5:30 മണിയോട് കൂടി പാലോട് പോലീസ് ഈ അച്ചു എന്ന് പറയുന്ന ആളെ സമീപ പ്രദേശത്ത് വെച്ച് കണ്ടെത്തുന്നത്. ഉടനെ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് തങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അതിനുള്ള സന്ദർഭം ഉണ്ടായിരുന്നില്ല. കാരണം ഈ സുനില വിവാഹം കഴിഞ്ഞതുമാണ്, അതുപോലെ തന്നെ ഒരു 3 വയസ്സുള്ള കുട്ടിയുമുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ച് മരിക്കാൻ തീരുമാനമെടുക്കുന്നു. അതിനെ തുടർന്നാണ് ഈ സുനിലയുടെ കാമുകനായ അച്ചു സുനിലയെ കഴുത്ത് ഞെരിച്ച് ഒരു വീട്ടിൽ വെച്ച് കൊല്ലുന്നത്. അതിനുശേഷം ഇദ്ദേഹം അവിടെ നിന്ന് പോവുകയും ഇദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ തന്നെ മരിക്കുവാനായി ഇയാൾ തീരുമാനിച്ചിരുന്നു. ആ സമയത്താണ് പോലീസ് കൃത്യമായി ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള ഈ സുനില കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം പുറത്തറിയുകയും ചെയ്യുന്നത്. ഉടൻ തന്നെ പോലീസ് ഈ വിതുര വനമേഖലയോട് ചേർന്നുള്ള ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഈ സുനിലയുടെ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് ആദ്യ പരിശോധനയിൽ തന്നെ ഈ അച്ചു പറഞ്ഞത് വ്യക്തമായി, കഴുത്ത് ഞെരിച്ചുള്ള കൊലപാതകമാണ് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായി. ഉടൻ തന്നെ പോലീസ് അവിടെ നിന്ന് മൃതദേഹം ഇൻക്വസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കാമുകനോടൊപ്പം ഒളിച്ചോടി പോയതാണ് സുനില. ഇന്നലെ രാവിലെ 5:30 കൂടി വീട്ടിൽ നിന്ന് കാണാതായ സുനിലയെ വൈകുന്നേരത്തോടു കൂടി തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് ഭർത്താവ് സമീപത്തുള്ള വിതുര പോലീസിൽ പരാതി നൽകുന്നത്. ഇന്ന് വൈകുന്നേരം ഈ അച്ചുവിനെ കസ്റ്റഡിയിലെടുക്കുന്ന പാലോട് പോലീസാണ്. പാലോട് പോലീസ് ഉടൻ തന്നെ ഈ കേസിന് അവർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഇത്തരത്തിൽ സുനില കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം വ്യക്തമായി. ഉടൻ തന്നെ ഈ അച്ചുവിനെ വിതുര പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്.